ഹലോ. അപ്പോൾ നമ്മുടെ യാത്രയുടെ അടുത്ത ഭാഗം ഇവിടെ തുടങ്ങുകയാണ്. വളരെ സംഭവബഹുലമായ ഒരു യാത്രയാണ് ഇവിടെ തുടങ്ങുന്നത്. ശരിക്കും ഈ സംഭവബഹുലം എന്ന് പറയേണ്ടത് ഇതല്ല, ഇതിൻ്റെ അടുത്തതാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ, നല്ല ഇൻഫർമേഷൻസ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള നമ്മുടെ തിരിച്ചു വരുന്നൊരു വീഡിയോ ഉണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് നയഗ്ര കണ്ടതിന് ശേഷം നമ്മൾ ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. എയർ ഇന്ത്യയിലാണ് ഇന്ത്യ വരെ പോകുന്നതെന്ന് കേട്ടപ്പോൾ തൊട്ട് ഫ്രണ്ട്സും പരിചയമുള്ള എല്ലാവരും പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സംഭവം അതിലില്ല, ഒട്ടും വൃത്തിയില്ല. നമുക്കൊരു ഫോൺ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റില്ല. പിന്നെ സീറ്റായാലും നമ്മുടെ ഒരു സംഭവങ്ങളും ടോയ്ലറ്റ് ആയാലും വൃത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ലോങ് അവേഴ്സും കൂടിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷനായി. ഈ കാണുന്നതാണ് എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂവിൻ്റെയൊക്കെ യൂണിഫോം എന്ന് പറയുന്നത്. വളരെ ആദ്യയോടെയാണ് ഫ്ലൈറ്റ് കയറിയെന്നുണ്ടെങ്കിലും സർപ്രൈസിംഗ്ലി ഫ്ലൈറ്റ് നല്ല ക്ലീൻ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഫസ്റ്റ് സ്നാക്സും ബെവറേജും കിട്ടി. എന്നത്തെയും പോലെ നമ്മുടെ ഈ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസ്, കോക്ക് അതുപോലത്തതും, പിന്നെ ഒരു ചെറിയ ക്രഞ്ചി കോണ്ടൊരു ചെറിയൊരു സ്നാക്കും അതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്ക്രീനെല്ലാം നല്ല വർക്കിംഗ് ആയിരുന്നു. അതുപോലെ നമുക്ക് ആ സ്ക്രീനിലൊക്കെ ഗെയിം കളിക്കാനായിട്ട് ഒരു ചെറിയ ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ രണ്ടുപേരും സ്ക്രീൻ ഉണ്ടാവത്തില്ല, ചാർജ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ കേട്ടതോട് കൂടിയിട്ട് ഭയങ്കര ഫ്രസ്ട്രേഷനിലായിരുന്നു. കാരണം ഇത്രയും അവേഴ്സ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അതെല്ലാം നല്ല നീറ്റും ക്ലീനും വർക്കിങ്ങും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫുഡായിട്ട് കിട്ടിയതെന്ന് പറയുന്നത് റൈസും പിന്നെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മീലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ട് പകുതി ടെൻഷനൊക്കെ കഴിഞ്ഞു. നമുക്ക് സിനിമ കാണാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നു. എയർ ഇന്ത്യ തന്നെ ഇയർഫോണും പ്രൊവൈഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഫ്ലൈറ്റിൽ നമ്മൾ ചാർജബിൾ ആയിരുന്നു. നമ്മൾ $3.50 കൊടുത്തിട്ട് ഇയർഫോൺ വാങ്ങിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർ സംഭവങ്ങളൊക്കെ തന്നു. ഫുഡും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു 4 മീൽ എന്തോ കിട്ടിയെന്ന് തോന്നുന്നു, സ്നാക്സും കൂടി ചേർത്തിട്ട്. പിന്നെ സ്റ്റാഫിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. എല്ലാവരും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരുടെയും മുഖത്തൊരു സ്മൈല് നമുക്ക് കാണാൻ പറ്റില്ല. അത് നമുക്ക് പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ആരുടെയും മുഖത്തൊരു ഹാപ്പിനെസ്സോ ഒരു ചിരിയോ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലും സർവീസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ വരും, അത് ചെയ്തു തരും, ഒക്കെയാണ്. പക്ഷേ അവരുടെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ല. അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പൊതുവേ നോട്ടീസ് ചെയ്തൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയും ലോങ് അവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈ പറയുന്ന സ്ക്രീനോ ഫുഡോ ഒക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അങ്ങനെ ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് കേട്ടത് കൊണ്ട് തന്നെ കയ്യിലുള്ളൊരു പവർ ബാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വന്നില്ല. കണ്ടോ, അത്യാവശ്യം നീറ്റായിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. ടോയ്ലറ്റും ഒക്കെ നല്ല ഡീസൻ്റായിട്ട് ക്ലീൻ തന്നെയായിരുന്നു. പിന്നെ ഇത്രയും ലോങ് ആയിട്ട് അതിലിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ള സിനിമയെന്ന് പറയുന്നത് ആടുജീവിതം, മോസ്ലർ, അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് സിനിമയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഐപാഡിൽ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതെടുത്തു. അതെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അത്ര അങ്ങോട്ട് കാണാനുള്ളൊരു മൂഡൊന്നും വന്നില്ല. കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഇടയ്ക്ക് ഒരു ഫ്യൂവലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഈവനിങ് സ്നാക്ക് എന്നുള്ള രീതിയിൽ ചായയും ഒരു പപ്സ് പോലത്തൊരു സംഭവം, ഒരു മീറ്റ് റോളോ പപ്സോ അതുപോലത്തെ ഉള്ളൊരു സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവമായിരുന്നു. അതും കഴിക്കാൻ കിട്ടി. തവ ചിക്കൻ എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ എത്തിയതിന് ശേഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഈ വരുന്നൊരു സാധനമാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് അത് കണ്ടപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല രസമായിരുന്നു അത് വന്നിങ്ങനെ ജോയിൻ ചെയ്യുന്നത് കാണാനായിട്ട്. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഒരു ഡിലേ കൊണ്ട് തന്നെ നമുക്ക് ലേ ഓവർ വളരെ കുറവായിരുന്നു. ഒരു 50 മിനിറ്റ് ലേ ഓവർ മാത്രമേ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അത്. കാരണം നമ്മുടെ പെട്ടിയൊക്കെ വരാനായിട്ട് ഒരുപാട് ലേറ്റായി. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ വന്ന് ഈ ഒരു സംഭവം പെട്ടി വരുന്നത് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മുടെ ലഗേജ് അവിടെ കിട്ടിയത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഹാലിഫാക്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇൻ്റർനാഷണലിൽ നിന്ന് എടുത്തിട്ട് ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിൽ നമ്മുടെ ലഗേജ് ഇട്ടതിന് ശേഷം വേണം ഫ്ലൈറ്റ് കയറാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷനില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ലഗേജ് കയ്യിലെടുത്ത് ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അടുത്ത ബോർഡിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. ശരിക്കും അവിടെ ഒരു ഹെൽപ്പായിട്ട് വന്നത് നമ്മൾ ഇങ്ങനെ ഡിലേ ആയി എന്ന് പറഞ്ഞ ഓഫീസർ വേറൊരാളെ കൂട്ടി നമുക്ക് വളരെ എക്സ്പ്രസ് ആയിട്ട് തന്നെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു. കസ്റ്റംസ് ക്ലിയറൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കയറുന്നത് ഡൽഹി ടു ട്രിവാൻഡ്രമുള്ള ഡൊമസ്റ്റിക് എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ്. അതും അത്യാവശ്യം നല്ല ക്ലീനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ചെറുതാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ നിങ്ങളിനി അടുത്തുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഫ്ലൈറ്റ് ചെറുതായിരുന്നു. ഡൊമസ്റ്റിക്കിൽ ഇൻ്റർനാഷണലിലെ പോലെ സ്ക്രീനില്ല, വൈഫൈ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വൈഫൈ ഇല്ലാന്നല്ല, വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഡിവൈസിൽ മാത്രമാണ് നമുക്കതിന് ആക്സസ് ഉള്ളത്. അതും ഈ പറയുന്ന വാട്സപ്പോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്ക്രീനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്ക്രീനിൽ നമുക്ക് എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതറിഞ്ഞതിന് ശേഷമുള്ളൊരു എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. സ്ക്രീനില്ല, ഇനി ട്രിവാൻഡ്രം എത്തുന്നത് വരെ ഇങ്ങനെ വെറുതെ ഇരിക്കണമെന്ന് കേട്ടതിൻ്റെ ഒരു റിയാക്ഷനാണിത്. പക്ഷേ അതൊന്നും വലിയൊരു സംഭവമൊന്നും ആയിരുന്നില്ല. നമ്മൾ ഐപാഡിൽ ഒരു കുറച്ച് നേരം ഗെയിം കളിക്കാൻ കൊടുത്താൽ തന്നെ ആൾ ഓക്കെ ആവും. അതുകൊണ്ട് അതൊരു വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഫ്ലൈറ്റിൽ കയറി കുറച്ച് നേരം ഒന്ന് ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറങ്ങി. അപ്പോഴേക്കും നമ്മൾ ട്രിവാൻഡ്രം എത്തുകയും ചെയ്തു. ട്രിവാൻഡ്രത്ത് നമ്മൾ എത്തുന്നത് വെളുപ്പിനാണ്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്ന ആ ഒരു സമയമാണ്. ശരിക്കും നല്ലൊരു വ്യൂ ആണല്ലോ ഈ പറയുന്ന ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണല്ലോ. പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഡൽഹി എയർപോർട്ടിൽ നല്ല ചൂട് ഫീൽ ചെയ്തു. സാധാരണ നമ്മൾ എയർപോർട്ടെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു തണുപ്പ് കാണുമെന്നുള്ളൊരു ചിന്തയാണല്ലോ. അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇതാണ് എയർ ഇന്ത്യ ഡൊമസ്റ്റിക്കിൽ നമുക്ക് ഫുഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തോ ഒരു ചിക്കൻ കറിയും ഒരു ബ്രെഡും. ബ്രെഡോ ബന്നോ എന്തോ പാവ് ഭാജി പോലെ, പക്ഷേ അതിൽ ചിക്കൻ കറിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തിയപ്പോഴും നല്ല ചൂടാണ്. 3 വർഷത്തിന് ശേഷം കേരളത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് വന്നിട്ടുള്ളത്. ശരിക്കും നമ്മൾ വിചാരിച്ചു ഇൻ്റർനാഷണലിലായിരിക്കും വരുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1 ആണിത്. ടെർമിനൽ 2 ആണ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി അവിടെയൊക്കെ ബാഗേജ് ക്ലെയിമിലേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പറയുന്ന എല്ലാ ലഗേജും ഇവിടുന്ന് എടുത്തിട്ട് വേണമല്ലോ അടുത്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ പെട്ടി വരുന്നത് കൂട്ടത്തിൽ തൊട്ട് ബാക്കിലുണ്ടായിരുന്ന ഒരു പെട്ടി നല്ല രീതിയിൽ പൊട്ടിയിട്ട് ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും പൊട്ടിയിട്ട് ഒരു പെട്ടി വന്നു. അപ്പോൾ നമുക്കിനിയും പെട്ടി വരാനും ഉണ്ട്. അപ്പോൾ ശരിക്കും കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. ഭഗവാനെ, ഇങ്ങനൊരു അവസ്ഥയായിരിക്കും ഇനി ഇവിടം വരെ ഒരു കുഴപ്പമില്ലാതെ എത്തിയിട്ട് ഇനി വരുന്ന പെട്ടി പൊട്ടിയിട്ടായിരിക്കുമോ എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് വന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാനൊന്നും ഉള്ളൊരു സാഹചര്യം അന്നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, അങ്ങനെ ഒരാളുടെ പെട്ടി എടുക്കാനൊട്ട് തോന്നിയതുമില്ല. അങ്ങനെ സേഫായിട്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോസിൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.